ഡേ 6 ഇൻ മലേഷ്യ. അപ്പോൾ ലങ്കാവിയിലെ ഫസ്റ്റ് ഡേ ആണ്. രാവിലെ തന്നെ നമ്മൾ റെൻ്റ് സ്കൂട്ടറിൽ പെട്രോൾ അടിച്ചു കേട്ടോ. ഇവിടെ പെട്രോൾ ഭയങ്കര ചീപ്പാണ്, അതേപോലെ സെൽഫ് സർവീസും ആണ്. അങ്ങനെ നൈസായിട്ട് നമ്മൾ റെഡി ആയിട്ട് നേരെ പോകുന്നത് ലങ്കാവിയിൽ തന്നെ മസ്റ്റായിട്ട് പോകേണ്ട ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയിട്ടുള്ള ഓറിയന്റൽ വില്ലേജിലേക്കാണ് കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് 20 കിലോമീറ്റേഴ്സ് ഉള്ളത്. അപ്പോൾ സ്കൂട്ടറാണ് ബെസ്റ്റ് ഓപ്ഷൻ. നമ്മൾ ഗ്രാബോ ക്യാബോ ഒക്കെ വിളിക്കുവാണെങ്കിൽ നല്ല റേറ്റ് ആവും കേട്ടോ. ഇവിടെ പെട്രോൾ ചീപ്പായണം, ഇതായിരിക്കും ഈസിയസ്റ്റ് വേ. നമ്മൾ അവിടെ ചെന്ന് ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 2000 റുപ്പീസാണ് കേട്ടോ ചാർജ് വരുന്നത്. ആദ്യം നമുക്ക് കേബിൾ കാർ റൈഡാണുള്ളത്. അവിടെ നിന്ന് നേരെ നമ്മളൊരു വ്യൂ പോയിന്റിലെത്തും. ഇവിടെ ഈഗിൾ നെസ്റ്റ് ഉണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു വ്യൂ കിട്ടും കേട്ടോ. ലങ്കാവിയുടെ തന്നെ അടിപൊളി അട്രാക്ഷൻ ആയിട്ടുള്ള സ്കൈ ബ്രിഡ്ജിലേക്കാട്ടോ നമ്മൾ പോകുന്നത്. അതിനാണ് നമ്മൾ ഈ കേബിൾ കാർ പിടിച്ചു പോകുന്നത്. അടിപൊളി ഒരു റൈഡാണ് കേട്ടോ ഈ കേബിൾ കാർ റൈഡ് എന്ന് പറഞ്ഞത്. 2000 ഫീറ്റ് എബോവ് ആണ് നമ്മുടെ സീ ലെവലിൽ നിന്ന്. അത്രയും ഹൈറ്റിൽ നല്ല അടിപൊളിയായിട്ടാണ് പോകുന്നത്. ഇത് 2005 കൺസ്ട്രക്ട് ചെയ്തതെന്ന് ആലോചിക്കണം. അതായത് എത്രയോ കാലം മുന്നേ തന്നെ അവർ ഭയങ്കര മുന്നോട്ടാണ് ഇവരുടെ രാജ്യം. അതെന്നെ ഭയങ്കരമായിട്ട് ആശ്ചര്യപ്പെടുത്തി കേട്ടോ. അങ്ങനെ നമ്മൾ സ്കൈ ബ്രിഡ്ജിൽ ചെന്നു. രാവിലെ ചെല്ലുന്നതായിരിക്കും അടിപൊളി. അതാവുമ്പോൾ അധികം റഷ് ഉണ്ടാവില്ല. ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ കാണേണ്ട ഒരു കാഴ്ച കേട്ടോ. ഈ സ്കൈ ബ്രിഡ്ജിൽ നിന്ന് കാണുന്ന ആ ഒരു വ്യൂ ഉണ്ടല്ലോ, ഭയങ്കര അടിപൊളിയാണ്. ഇത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രി ഇത്രയും നാൾ മുന്നേ, അതായത് ഇയേഴ്സ് ബിഫോർ ആണ് ഇവരിത് കൺസ്ട്രക്ട് ചെയ്തത്. അത്ര അടിപൊളിയായിട്ട് ഇവർ കൺസ്ട്രക്ട് ചെയ്തെന്ന് പറയുമ്പം ഇറ്റ്സ് മെസ്മറൈസിങ്. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നത് നമുക്ക് 2 രീതിയിൽ പോവാം. ഒന്നുമില്ലെങ്കിൽ നമുക്ക് നേച്ചർ വാക്കിൽ, അതായത് ഫോറസ്റ്റിൻ്റെ അകത്ത് കൂടെ നടക്കാം, അല്ലെങ്കിൽ നമുക്ക് കേബിൾ കാർ ഉണ്ട് കേട്ടോ. ഞങ്ങൾ നടന്നാണ് വന്നത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ തിരിച്ചെത്തി. നല്ലൊരു ദിവസമായിരുന്നു, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. 1 ഡേ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് ഡ്രൈവ് ചെയ്ത് വന്നിട്ട് ഒരു മന്തിയൊക്കെ കഴിച്ച് ആ ഡേ അങ്ങ് വൈൻഡപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ ബൈ ഫ്രം ട്രാഫു ടെയിൽസ്.